ഞങ്ങൾക്കാവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം പോൽ അതിശയം ലോകത്തിൽ നടന്നിടുവാൻ, ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം പോൽ അതിശയം ലോകത്തിൽ നടന്നിടുവാൻ, ആദി എന്ന പോലാത്മാവേ അധിക ബലം ധരണേ. ആദി എന്ന പോലാത്മാവേ അധിക ബലം ധരണേ. ദുഃഖകരമായ ദിവ്യരഹസ്യങ്ങൾ. ഒന്നാം ദിവ്യരഹസ്യം, നമ്മുടെ കർത്താവ് ഈശോ മിശിഹായേൽ പ്രാർത്ഥിച്ചിരിക്കുമ്പോൾ ചോര ഉയർത്തു എന്ന് ധ്യാനിക്കാം. പരിശുദ്ധ അമ്മേ, ദിവ്യമാതാവേ, ഈ ഒന്നാമത്തെ ദുഃഖത്തിന്റെ ദിവ്യരഹസ്യം പ്രാർത്ഥിക്കുമ്പോൾ വളരെ പ്രത്യേകമായി നമ്മുടെ എല്ലാ കുടുംബങ്ങളെയും അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അമ്മ മാതാവേ, കുടുംബം അമ്മ ആഗ്രഹിക്കുന്ന, ഭൂമിയിൽ ആഗ്രഹിക്കുന്ന ഒന്നാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. അമ്മയെ സ്നേഹിച്ചു വാഴുന്ന കുടുംബങ്ങളായി ഞങ്ങളുടെ ഓരോ കുടുംബങ്ങളെയും അങ്ങ് മാറ്റണമേ. കുടുംബമായി ജീവിക്കാൻ സാധിക്കാതെ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന എല്ലാ മക്കളെയും അമ്മ അനുഗ്രഹിക്കണമേ. അമ്മ മാതാവേ, അമ്മയുടെ ദൈവിക പദ്ധതി പ്രകാരം അവരെ ഒന്നിപ്പിക്കുകയും അവരൊന്നായി ജീവിക്കുവാൻ ഇടവരുത്തുകയും ചെയ്യുമാറ് അമ്മയെ സാഹചര്യങ്ങളെ അമ്മ അനുകൂലമാക്കി മാറ്റണമേ എന്ന് ഈ ദിവ്യരഹസ്യത്തിൽ പൂർണ്ണമായി സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്ന് വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ.